നമസ്കാരം. പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷമുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനു പിന്നാലെ ബീച്ച് ഡെസ്റ്റിനേഷനായി ലക്ഷദ്വീപ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവരുടെ എണ്ണം കൂടുകയാണ്. അതിനാൽ തന്നെ ലക്ഷദ്വീപ് എന്ന പവിഴപ്പുറ്റുകളുടെ കലവറയെ പറ്റി അറിയാം. അക്ഷരാർത്ഥത്തിൽ വിസ്മയമെന്ന് പറയാൻ കഴിയുന്ന ഇടമാണ് ലക്ഷദ്വീപ്. ഒരിക്കലെങ്കിലും ഇവിടം സന്ദർശിച്ചവർക്കറിയാവുന്ന കാര്യമാണിത്. ആകർഷകമായ ടൂറിസ്റ്റ് മേഖലകളിൽ വിദേശ രാജ്യങ്ങളോട് പോലും കിടപിടിക്കാൻ ലക്ഷദ്വീപിന് സാധിക്കുന്നു. പവിഴപ്പുറ്റുകളുടെ കലവറയായ ഇവിടം കടൽ സമ്പത്ത് കൊണ്ടും മികവുറ്റതാണ്. അറബിക്കടലിലെ 36 ദ്വീപുകളാണ് ലക്ഷദ്വീപ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം. അഗത്തി, അമിനി, അന്ത്രോത്ത്, ബംഗാരം, ബിത്ര, ചെത്ലോത്ത്, കടമന്ത്, കവരത്തി, കൽപ്പേനി, കിൽത്താൻ, മിനിക്കോയ് എന്നീ 11 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. 70,000-ലും താഴെ മാത്രമാണ് ആകെ ജനസംഖ്യ. കേരളത്തിന്റെ അയൽക്കാരനായ ലക്ഷദ്വീപിലും മലയാളം തന്നെയാണ് ഔദ്യോഗിക ഭാഷ. എന്നാൽ മാലദ്വീപ് ഭാഷയായ ദിവോഹിയോട് സാമ്യമുള്ള മഹൽ ഭാഷയും മലയാളത്തോട് സാമ്യമുള്ള ജസരി ഭാഷയുമാണ് പ്രാദേശികമായി ഉപയോഗിക്കുന്നത്. അതേസമയം പവിഴപ്പുറ്റുകളുടെ കലവറയാണ് ലക്ഷദ്വീപ്. ഭൂമിയിലെ വൈവിധ്യമായതും മനോഹരവുമായ ആവാസ വ്യവസ്ഥയാണ് പവിഴപ്പുറ്റുകൾ. തീരത്തോട് ചേർന്ന് ആഴം കുറഞ്ഞ കടലിൽ ഇവ കാണപ്പെടുന്നു. ഏകദേശം 100ഓളം ഇനങ്ങളിലുള്ള ഒച്ചുകൾ, 100 കണക്കിന് വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ, ചെറിയ സസ്യങ്ങൾ, വിവിധ തരത്തിലുള്ള കടൽ കുതിരകൾ തുടങ്ങിയ ലക്ഷക്കണക്കിനുള്ള ജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് പവിഴപ്പുറ്റുകൾ. കോടിക്കണക്കിന് വർഷം പഴക്കമുള്ളവയും 120 കിലോമീറ്ററോളം വിസ്തൃതിയിൽ പരന്നു കിടക്കുന്നതാണ് പവിഴപ്പുറ്റുകൾ. ഇവിടെ ആൾതാമസമില്ലെന്നതാണ് മറ്റൊരു പ്രത്യേകത. വർണ്ണ മത്സ്യങ്ങൾ ഉൾപ്പെടെ സമുദ്രജീവി വൈവിധ്യം ഇവിടെ കാണാനാകുന്നു. സ്കൂബ ഡൈവിംഗ് ഉൾപ്പെടെ സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റു ഘടകങ്ങളുമുണ്ട്. കൽപ്പേനി, കവരത്തി, അഗത്തി എന്നിവയും മറ്റ് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. നാളികേരവും മത്സ്യസമ്പത്തുമാണ് ലക്ഷദ്വീപുകാരുടെ പ്രധാന വരുമാന മാർഗം. ബേപ്പൂരും കൊച്ചിയുമാണ് ലക്ഷദ്വീപിനടുത്തുള്ള വിപണന കേന്ദ്രങ്ങളും. മുൻകാലങ്ങളിൽ തേങ്ങ ഉണക്കി കയറ്റുമതി ചെയ്യുമായിരുന്നു. ഇപ്പോൾ തേങ്ങ പ്രാദേശികമായി കച്ചവടക്കാർക്ക് തന്നെ വിറ്റ് അവർ വഴി വിപണന കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയാണ് പതിവ്. കൂടാതെ പ്രകൃതി ഭംഗിയിൽ ആകൃഷ്ടരായി നിരവധി സിനിമകളും ലക്ഷദ്വീപിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. രാമു കാര്യാട്ട് ചിത്രമായ ദ്വീപാണ് ലക്ഷദ്വീപിൽ ചിത്രീകരിച്ച ആദ്യ ചിത്രം. ദ്വീപിലെ പ്രാദേശിക ഭാഷയായ ജസരിയിൽ സിഞ്ചാർ എന്ന പേരിൽ ചിത്രം ഇറങ്ങിയിട്ടുമുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് ലക്ഷദ്വീപ് കാഴ്ചകൾ ആസ്വദിക്കുന്ന ചിത്രങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. നിമിഷ നേരങ്ങൾ കൊണ്ട് ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. 20 വർഷത്തിനിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ ഉയർച്ചയാണ് പ്രധാനമന്ത്രിയുടെ ഒറ്റ ലക്ഷദ്വീപ് പോസ്റ്റിലൂടെ ഗൂഗിളിൽ ഉണ്ടായത്. പോസ്റ്റിന് പിന്നാലെ പ്രധാനമന്ത്രിക്കും ഇന്ത്യക്കുമെതിരായി മാലദ്വീപ് അധിക്ഷേപ പരാമർശങ്ങളും തുടർന്നുള്ള സംഭവ വികാസങ്ങളും ദ്വീപ് സമൂഹത്തിലേക്കുള്ള ആളുകളുടെ താൽപര്യം ഉയർത്തിയിട്ടുണ്ട്. കായിക താരങ്ങളും സിനിമാ താരങ്ങളും ഉൾപ്പെടെ പ്രാദേശിക ബീച്ച് ഡെസ്റ്റിനേഷനുകളുടെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിൽ തുറന്ന പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ലക്ഷദ്വീപിൽ ബീച്ച് ടൂറിസം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രധാനമന്ത്രി മോദിയുടെ ആഹ്വാനത്തിനും അവർ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം ലക്ഷദ്വീപിനെ കുറിച്ചുള്ള ഗൂഗിൾ സെർച്ച് ഉയർത്താൻ കാരണമായിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.